ഇന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണവും വിതരണവും കോർപ്പറേറ്റ് കമ്പനികളെ ഏൽപ്പിക്കാനുള്ള പരിശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം എ ടി റജി ആരോപിച്ചു. രാസവളത്തിന്റെ വില വർധനവിനെതിരെ നടപടിയെടുക്കാൻ തയ്യാറാവാത്ത കേന്ദ്ര സർക്കാരിനെതിരെ എടക്കര BSNL ഓഫീസിലേക്ക് കർഷക സംഘം എടക്കര ഏരിയ കമ്മിറ്റി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏരിയ പ്രസിഡന്റ് VK ഷാനവാസ് അധ്യക്ഷനായിരുന്നു. ഓരോ വർഷവും വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് ബജറ്റിൽ ഏതാണ്ട് ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ 10-20,000 കോടി രൂപയാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. അതിന്റെ കൂടെയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാസവളത്തിന്റെ ഉത്പാദനം രാജ്യത്ത് കുറയുന്നു. ആ രാസവളങ്ങൾ വിദേശത്തു നിന്നടക്കം ഇറക്കുമതി ചെയ്തുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് രാസവള മാർക്കറ്റിനെ തീരെഴുതി കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്ത് ഈ വിലവർദ്ധനവും അതിന്റെ ലഭ്യതയുടെ കുറവും വരുന്നത്. ഒരു സാഹചര്യത്തിലാണ് കർഷക സംഘം ഈ സമരം നടത്തുന്നത്. നമുക്ക് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നയങ്ങൾ രൂപീകരിക്കുന്ന നടപ്പാക്കുന്ന ഒരു ഗവൺമെന്റാണ് രാജ്യത്ത്. ആ ഗവൺമെന്റ് മറ്റ് നയങ്ങളെ കുറിച്ച് ഞങ്ങൾ വിശദമാക്കുന്നില്ല. അതിൽ ഏറ്റവും അധികം പ്രകടമേൽക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ഒരു കൂട്ടരായി കർഷകർ മാറുകയാണ്. ഇതിന്റെ ഭാഗമായാണ് കേരള കർഷക സംഘം സംസ്ഥാനത്തെ മുഴുവൻ ഏരിയ കേന്ദ്രങ്ങളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എടക്കര ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ കർഷകർ PN അജയ്കുമാർ, PT യോഹന്നാൻ, CA ചന്ദ്രൻ, MD ജോസുകുട്ടി, ഹംസ C ഇണ്ണിമാൻ, മുജീബ് തുറക്കൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര.